ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. നിയാമിസ് ആണ്. നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ +1 എക്കണോമിക്സിൽ നിന്നും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. 8 മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ പഠിച്ചു തുടങ്ങാൻ വേണ്ടി പറ്റും. അതായത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്നും എന്തൊക്കെയാണ് 8 മാർക്കിന് ചോദിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇതാണ് ആ ചാപ്റ്റേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും ചാപ്റ്ററുകളിൽ നിന്നാണ് നമുക്ക് 8 മാർക്കിനുള്ള എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുക. LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് അപ്രൈസൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പോവർട്ടിയിൽ നിന്നും ഇന്നലെ നമ്മൾ ലൈവിൽ നോക്കി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ചോദ്യമുണ്ട്. ഇനി റൂറൽ ഡെവലപ്മെന്റ് എന്നുണ്ട്. അതേപോലെ തന്നെ എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ നിന്നും ഇതുവരെയും അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ആ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഈ പ്രസന്റേഷൻ ഓഫ് ഡേറ്റ, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അപ്പം ഇത്രയും ചാപ്റ്ററുകളിൽ നിന്നാണ് നമ്മൾ എന്ത് ചോദിക്കുന്നത്? എസ്സേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ടോട്ടൽ നമുക്ക് 6 ചാപ്റ്റർ ഉണ്ട്. ഈ 6 ചാപ്റ്ററിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ ഏതാണെന്ന് നമുക്ക് വേഗം നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ LPG ആണ്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഒരു വിലയിരുത്തൽ. നമുക്ക് എന്നാ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണുള്ളത് നോക്കിയാലോ. ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത് elucidate the policy measures adopted by India government in 1991. 1991 ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ച നയ നടപടികൾ വ്യക്തമാക്കുക. എന്തൊക്കെ നടപടികളാണ് ഇന്ത്യ ഗവൺമെന്റ് 1991 സ്വീകരിച്ചത്? അത് നമ്മുടെ LPG ആണ് അല്ലെ. അപ്പൊ ഓരോന്നിനെ പറ്റി നമ്മൾ എന്തെഴുതണം? ഓരോ നോട്ട് ഉണ്ടാക്കി എഴുതണം. അപ്പൊ മിസ് കുറച്ച് സ്പീഡിലാണ് ഇപ്പോ, ബിക്കോസ് എക്സ്പ്ലനേഷൻ ഒക്കെ തന്ന് ഈ 6 ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ 2, 3, 4 മണിക്കൂർ നമ്മൾ ഇവിടെ നിന്ന് പഠിക്കേണ്ടി വരും അല്ലെ. അതുകൊണ്ട് നമുക്ക് വേഗം നോക്കാം. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്കുള്ള നമ്മുടെ സൂപ്പർ 60 ഉണ്ടാവുക എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. അങ്ങനെയാണെങ്കിൽ ലിബറലൈസേഷൻ എന്ന് പറയുന്നത് ഉദാരവൽക്കരണമാണ് അല്ലെ. എന്താ ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് പുട്ട് ആൻ എൻഡ് ടു റെസ്ട്രിക്ഷൻസ് ആൻഡ് ഓപ്പൺ അപ്പ് വേരിയസ് സെക്ടേഴ്സ് ഓഫ് ദി എക്കോണമി. എക്കണോമിയിലെ പല സെക്ടേഴ്സ് ഓപ്പൺ അപ്പ് ചെയ്യാൻ, തുറക്കാൻ വേണ്ടിയിട്ട്, അതായത് റെസ്ട്രിക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് പറയാണ് അത് ചെയ്യരുത്, ലൈസൻസിങ് വേണം, ഇന്ന പേപ്പേഴ്സ് വേണം, ഇന്ന സർട്ടിഫിക്കറ്റ്സ് വേണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റ് പറയാണ്. അതൊക്കെ എടുത്തു മാറ്റി അല്ലെ എക്കണോമിനെ ഒന്ന് ഫ്രീ ആക്കി വിടുന്ന ഒരു നയമാണ്, പോളിസിയാണ് ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. ഉദാരവൽക്കരണത്തിൽ ഇത്രയും പോയിന്റ്സ് ഉണ്ട് അല്ലെ. ഓരോ സെക്ടറിലും റിഫോംസ് കൊണ്ടുവന്നു. ഇൻഡസ്ട്രിയൽ സെക്ടറിൽ റിഫോംസ് കൊണ്ടുവന്നു, ഫിനാൻഷ്യൽ സെക്ടറിൽ കൊണ്ടുവന്നു, ടാക്സിൽ അല്ലെ ടാക്സുകളെല്ലാം കുറച്ചു, ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ്, നമ്മുടെ കറൻസിയുടെ വാല്യൂ ഡീവാല്യൂ ചെയ്തു എന്നൊക്കെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട് അല്ലെ. ഇനി ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി റിഫോംസ്. ഇത്രയും പോളിസി റിഫോംസ് ആണ് ലിബറലൈസേഷന്റെ അടിയിൽ വന്നതെങ്കിൽ അടുത്തത് അതിന്റെ പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞ പാർട്ടാണ്. അപ്പൊ LPM എന്താ പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വകാര്യവൽക്കരണമാണ്. അതായത് 1991 മുന്നേ വരെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക്, അല്ലെങ്കിൽ സർക്കാർ ഓൺ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക്. സർക്കാരാണ് എല്ലാം മെയിൻ ആയിട്ട് നിന്നത്. അതിൽ നിന്നൊക്കെ മാറ്റി പ്രൈവറ്റ് ഏജൻസി, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്, പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കൊക്കെ എന്ത് കൊടുക്കാൻ തുടങ്ങി? ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അതാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഗിവിംഗ് അവേ ഓണർഷിപ്പ് ഓർ മാനേജ്മെന്റ് ഓഫ് ഗവൺമെന്റ് എന്റർപ്രൈസ് ടു പ്രൈവറ്റ് കമ്പനി. ഗവൺമെന്റിന്റെ ഓണർഷിപ്പിലുള്ള, ഗവൺമെന്റിന്റെ അധീനതയിലുള്ള എല്ലാ കമ്പനികളും അല്ല, കുറച്ച് കമ്പനികളൊക്കെ പ്രൈവറ്റിന് വിട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡീനാഷണലൈസേഷൻ എന്ന് കൂടി വിളിക്കാം. എന്ത് വിളിക്കാം? ഡീനാഷണലൈസേഷൻ എന്ന് കൂടി വിളിക്കാം. അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റൈസേഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് സബ് ടോപ്പിക് ആണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്താ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്? പൊതുമേഖലാ സ്ഥാപനത്തിൽ ഗവൺമെന്റിന്റേതായ നിക്ഷേപം സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നതിനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഗവൺമെന്റിന്റെ കമ്പനികൾ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന സ്ഥാപനങ്ങൾ പ്രൈവറ്റ് സ്വകാര്യ വ്യക്തികൾക്കോ സ്വകാര്യ സ്ഥാപനങ്ങൾക്കോ വിൽക്കുന്നതിനെയാണ്, വെറുതെ കൊടുക്കുന്നതിനെ അല്ല ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആയോ എന്താ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഇംപ്ലൈസ് സെല്ലിംഗ് ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. ഗവൺമെന്റിന്റെ കമ്പനികൾ പ്രൈവറ്റിന് വിൽക്കുന്നതിനെയാണ് നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഇത് 1 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ മക്കളെ. അടുത്തത് എന്താണ്? G ആണ്. G ഫോർ ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം. എന്താ ആഗോളവൽക്കരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലോബലൈസേഷൻ മീൻ ഇന്റഗ്രേഷൻ ഓഫ് കൺട്രീസ് ഓഫ് ദ വേൾഡ്. ലോകത്തിലെ രാജ്യങ്ങളുടെ ഏകീകരണമാണ് ആഗോളവൽക്കരണം. എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ഏകീകരണമാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ഇനി ഫീച്ചേഴ്സ്, എന്തൊക്കെയാ ഫീച്ചേഴ്സ്?
ക്ലോസർ ഇന്റഗ്രേഷൻ ഓഫ് കൺട്രീസ്, രാജ്യങ്ങൾ തമ്മിലുള്ള അടുത്ത ബന്ധം, എല്ലാ രാജ്യങ്ങളും തമ്മിൽ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടാകും. ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ക്യാപിറ്റൽ, നോളജ് ആൻഡ് പീപ്പിൾ അക്രോസ് നാഷണൽ ബോർഡർ, സാധനങ്ങള്, സേവനങ്ങള്, മൂലധനങ്ങള്, അതേപോലെ വിജ്ഞാനം, ജനങ്ങൾ എന്നിവ എന്ത് ചെയ്യുന്നു, ദേശീയ അതിർത്തികൾക്കപ്പുറത്തേക്ക് സ്വതന്ത്രമായി ഒഴുകുന്നു. അങ്ങോട്ട് പോകാം, അവിടുന്ന് ഒരാൾക്ക് ഇങ്ങോട്ട് വരാം, ഇവിടുന്ന് ഒരു ഗുഡ് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാം, അവിടുന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഇങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നത് ഗ്ലോബലൈസേഷൻ കാരണമാണ്. എക്സ്റ്റൻഷൻ ഓഫ് മാർക്കറ്റ് ത്രൂ റിഡക്ഷൻ ഓഫ് കോസ്റ്റ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ ചെലവ് കുറയ്ക്കുന്നതിലൂടെ കമ്പോളം മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ആകുന്നു, എക്സ്പാൻഡ് ആകുന്നു, അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ആകുന്നു എന്നൊക്കെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഗ്ലോബലൈസേഷനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഔട്ട്സോഴ്സിംഗ്, പുറവാങ്ങൽ. നിങ്ങളത് പഠിച്ച് എഴുതി വെച്ചിരിക്കണം. ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, സോഴ്സിംഗ് ഫ്രം ഔട്ട്സൈഡ്, പുറത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, സർവീസുകൾ എടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഔട്ട്സോഴ്സിംഗ് ഗ്ലോബലൈസേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇത് നമ്മുടെ പോവർട്ടി ആണ്. നമുക്ക് വേഗം വേഗം നോക്കി പോവാം. പോവർട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവിടെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് പോവർട്ടി അലിവേറ്റ് ചെയ്യാൻ, ഗവൺമെന്റ് പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാൻ കൊണ്ടുവന്ന പ്ലാൻസും പോളിസീസും എന്തൊക്കെയാണെന്നാണ്. അപ്പൊ ദാരിദ്ര്യ നിവാരണത്തിനുള്ള നയങ്ങളും നടപടികളും നമുക്കറിയാം. 3 സെറ്റ് ഓഫ് നടപടികൾ അല്ലെങ്കിൽ നയങ്ങളാണുള്ളത്. സെൽഫ് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം, സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാം. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ഓരോന്നിന്റെയും അടിയിൽ ഓരോ പ്രോഗ്രാംസ് ഉണ്ട്, നമുക്ക് വേഗം നോക്കാം. സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് 4 പ്രോഗ്രാംസ് ആണ് ഇവിടെ മെയിൻലി പഠിക്കാനുള്ളത്. ബാക്കിയുള്ള പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് ഇവിടെ പഠിക്കാം, ലൈവിനകത്ത് പഠിക്കാം. REGP, PMRY, SGSRY, SGSY, ഇത്രയും പ്രോഗ്രാംസ് ആണ്. ഈ പ്രോഗ്രാംസ് എന്താണെന്ന് വേഗം നമുക്ക് നോക്കാം. അപ്പം സെൽഫ് എംപ്ലോയ്മെന്റ്, വേജ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ എന്താണ്, ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാൻ അല്ലെങ്കിൽ തൊഴിൽ ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും ഒരു തൊഴിൽ കൊടുക്കുന്ന ഒരു പരിപാടിയാണ് സെൽഫ് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ വേജ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. സ്വയം തൊഴിൽ പദ്ധതികളും തൊഴിൽ ദാന പദ്ധതികളും. അങ്ങനെയാണെങ്കിൽ REGP എന്ന് പറയുന്നത് റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം ആണ്, ഗ്രാമീണ തൊഴിൽ ഉൽപാദന പരിപാടി. ഇവിടെ റൂറൽ ഏരിയാസിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ ടൗൺസിൽ എന്ത് കൊടുക്കുന്ന പരിപാടിയാണ്, ജോലി കൊടുക്കുന്ന പരിപാടിയാണ്. കുഞ്ഞു കുഞ്ഞു ടൗൺസിൽ, റൂറൽ ഏരിയാസിലൊക്കെ ജോലി കൊടുക്കുന്ന ഒരു പരിപാടിയെയാണ് റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നതെങ്കിൽ PMRY, പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന എന്ന് പറയുന്നത് ഏറ്റവും ലോ ഇൻകം ഫാമിലി, ഏറ്റവും പൈസ കുറഞ്ഞ ഫാമിലി എന്നുള്ള കുട്ടികൾക്ക്, പഠിച്ച കുട്ടികൾക്ക് ജോലി കൊടുക്കുന്ന ഒരു പരിപാടിയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് SJSRY, സ്വർണ ജയന്തി ഷഹരി റോസ്ഗാർ യോജന. അപ്പൊ ഷഹർ, നിങ്ങൾ ഹിന്ദിയിൽ ഷഹർ എന്ന് പറഞ്ഞാൽ എന്താണ്, ടൗൺ എന്നാണ് അല്ലേ അർത്ഥം. അപ്പൊ ഷഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൗൺ ഏരിയയില് എംപ്ലോയ്മെന്റ് കൊടുക്കാൻ കൊണ്ടുവന്ന പരിപാടിയെയാണ് സ്വർണ ജയന്തി ഷഹരി റോസ്ഗാർ യോജന, SJSRY എന്ന് പറയുന്നത്. അപ്പോ അർബൻ ഏരിയാസില് സെൽഫ് എംപ്ലോയ്മെന്റും വേജ് എംപ്ലോയ്മെന്റും കൊടുക്കാൻ കൊണ്ടുവന്ന പരിപാടിയാണ് SJSRY. SGSY എന്നുള്ളത് വേറെ തന്നെയാണ്, സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന. മക്കൾ, ഇത് ആദ്യമേ IRDP, ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മുടെ കുടുംബശ്രീയൊക്കെ പോലെ സ്വയം സഹായ സംഘങ്ങളെ SSG എന്ത് ചെയ്യും, ഫോം ചെയ്യും. എന്നിട്ട് ഇതാണ് കുടുംബശ്രീ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയാലോ. ഇതുപോലെയാണ് സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന വർക്ക് ആവുക. April 1, 1999 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ അതിനെ NRLM, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം ആണ്, ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കാൻ കൊണ്ടുവന്ന പ്രോഗ്രാം ആണ് ഈ ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം എന്ന് പറയുന്നത്. നമുക്കിവിടെ 3 പ്രോഗ്രാമിനെ പറ്റി നോക്കാം. PDS, ICDS, അതേപോലെ തന്നെ MDMS. PDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, റേഷൻ കടകളെയാണ് മക്കളെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി അതേപോലെ ICDS എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അംഗനവാടികൾ വഴി നമുക്ക് ഗോതമ്പ്, അതേപോലെ തന്നെ ശർക്കര, അമൃതം പൊടി, റാഗിപ്പൊടി, കൂവപ്പൊടി തുടങ്ങിയ പൊടികളൊക്കെ കിട്ടും അല്ലെ. അതായത് നമ്മുടെ ആരോഗ്യം നോക്കാൻ ഗർഭിണികളായ സ്ത്രീകൾക്ക്, 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക്, അവരുടെ അമ്മമാർക്കൊക്കെ നമുക്ക് അത് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തത് മിഡ് ഡേ മീൽസ് സ്കൂളാണ്. സ്കൂളുകളിൽ ഉച്ചഭക്ഷണം കൊടുക്കത്തില്ലേ, സർക്കാർ സ്കൂളുകളിൽ ഫ്രീ കുക്ക്ഡ് മീൽസ് കൊടുക്കുന്ന പദ്ധതിയെയാണ് മിഡ് ഡേ മീൽസ് സ്കൂൾ എന്ന് പറയുന്നത്. ഇനി സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹ്യപരമായിട്ട് ഒരു സുരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതികളാണ് സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാം. ഇത്രയും പ്രോഗ്രാംസ് ആണ് അവിടെ നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ AABY എന്ന് പറയുന്നത്, ആത്മാത്മി ഭീമ യോജന എന്ന് പറയുന്നത് ഇൻഫോർമൽ സെക്ടർ, അനൗപചാരിക മേഖലയിൽ തൊഴിൽ അനുഷ്ഠിക്കുന്ന ആൾക്കാർക്ക് ഇൻഷുറൻസ് കൊടുക്കുന്ന പരിപാടിയാണ് AABY എങ്കിൽ INPS, ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. 65 വയസ്സിന് മുകളിലുള്ള പൗരന്മാർക്ക്
മുതിർന്ന പൗരന്മാർക്ക് BPL ഫാമിലി എന്നായിരിക്കണം കേട്ടോ പ്രതിമാസം പെർ മന്ത് 500 വെച്ച് കൊടുക്കുന്ന പരിപാടിനെയാണ് നമ്മൾ INPS എന്ന് വിളിക്കുന്നതെങ്കിൽ RSBY രാഷ്ട്രീയ സ്വസ്തിക ബീമാ യോജന എന്ന് പറയുന്നത് BPL ഫാമിലിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യാൻ കൊണ്ടുവന്ന എന്താണ് ഒരു പദ്ധതിയാണ്. ഇനി അഡാൽ പെൻഷൻ യോജന APY എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ അൺഓർഗനൈസ് സെക്ടർ, അതായത് ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കുന്ന പരിപാടിനെയാണ് നമ്മൾ അഡാൽ പെൻഷൻ യോജന എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സെറ്റായോ? അടുത്ത ചാപ്റ്ററിലേക്ക് പോയാലോ? പ്രസന്റേഷൻ ഓഫ് ഡേറ്റ. പ്രസന്റേഷൻ ഓഫ് ഡേറ്റയിൽ നിന്ന് റിപ്പീറ്റഡ് ചോദിക്കുന്നത് ഒജീവ് വരച്ച് മീഡിയൻ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ചോദ്യമുണ്ട്, ഡ്രോ ഒജീവ്സ് ഫോർ ദ ഫോളോയിങ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ലൊക്കേറ്റ് മീഡിയൻ. താഴെ കൊടുത്തിരിക്കുന്ന ആവർത്തി വിതരണ പട്ടിക ഉപയോഗിച്ച് ഒജീവുകൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒജീവ് വരച്ച് നോക്കിയാലോ? ഒജീവ് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഡേറ്റ നേരെ കൊണ്ട് ഒജീവ് വരയ്ക്കാൻ വേണ്ടി പറ്റില്ല. നമുക്ക് എന്ത് വേണം? ലെസ് ദാനും വേണം, മോർ ദാനും വേണം. സോ ആദ്യം തന്നെ ഡേറ്റ കിട്ടിയതിന് ശേഷം രണ്ട് ടേബിൾ ആക്കുക. ഒന്നിനകത്ത് ലെസ് ദാന് അതിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, രണ്ടിനകത്ത് മോർ ദാന് അതിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ലെസ് ദാൻ എന്ന് പറയുവാണെങ്കിൽ നമുക്കറിയാം അവിടെ എന്തൊക്കെ വരും. 5 എല്ലാ അപ്പർ ലിമിറ്റും ആണ് വരുന്നത്. 5, 10, 15, 20, 25, 30, 35 വരെ ഞാൻ മിസ് ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി മോർ ദാനിലേക്ക് വരുമ്പോൾ എല്ലാ ലോവർ ലിമിറ്റ് 0 മുതൽ 30 വരെയുള്ള എല്ലാ ലോവർ ലിമിറ്റ് മിസ് എടുത്ത് എഴുതിയിട്ടുണ്ട്. ലെസ് ദാനിലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ പ്രത്യേകത എന്താണ്? നമ്മൾ ആഡ് ചെയ്ത് പോവാണ് അല്ലെ. ആദ്യമേ 3 അത് അതേപോലെ ഞാനിവിടെ എഴുതി. ആ 3ന്റെ കൂടെ അടുത്ത 5 കൂട്ടി എനിക്ക് എത്ര കിട്ടി? 8 കൂട്ടി. 8ന്റെ കൂടെ അടുത്ത വീണ്ടും 8 കൂട്ടി എനിക്ക് 16 കിട്ടി. 16ന്റെ കൂടെ 12 ആഡ് ചെയ്യുക. അങ്ങനെ ഓരോന്നും ആഡ് ചെയ്ത് ലാസ്റ്റ് ഇതിന്റെ ടോട്ടൽ എത്ര കിട്ടും? 50. അത് തന്നെ ഇവിടെ ലാസ്റ്റ് വരണം. ഇനി മോർ ദാനിലേക്ക് പോകുമ്പോൾ ടോട്ടൽ ആദ്യം എഴുതും നമ്മൾ. ടോട്ടൽ എത്രയാണ്? 50 ആണ്. 50ൽ നിന്നും ഡിഡക്ട് ചെയ്ത് പോവാണ്. 50 മൈനസ് 3. അതേപോലെ തന്നെ എത്ര കിട്ടും? 47 മൈനസ് അടുത്ത 5. ഇനി അടുത്ത 42 കിട്ടും. 42 മൈനസ് 8. അങ്ങനെ ഓരോന്നും മൈനസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടും. ഇനി നമുക്ക് ഇത് വേണ്ട. ഇത് വെച്ചാണ് നമ്മൾ വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. അത് വെച്ച് മിസ് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ലെസ് ദാനകത്ത് 5ൽ 3 ആണ്. 5ൽ ഞാൻ 3 വരച്ചു, 10ൽ 8 വരച്ചു. അങ്ങനെ ഓരോന്നിലും ഞാൻ ഓരോന്ന് വരച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മോർ ദാൻ 0ൽ 50 ആണ്. 0ൽ 50 എങ്ങനെയാ വെച്ചാൽ വരയ്ക്കുക? 0 എന്ന് പറയുമ്പോൾ എവിടെയാണത്? Y ആക്സിൽ തന്നെയല്ലേ. അപ്പൊ Y ആക്സിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് കൊടുത്താൽ മതി. അങ്ങനെ മോർ ദാൻ എന്ന് പറയുന്നത്, കളർ മാറ്റട്ടെ, മോർ ദാൻ എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെയുള്ള ഒരു കർവായിട്ട് നിങ്ങൾക്ക് കിട്ടും. കുറച്ചുകൂടെ നല്ലോണം വരയ്ക്കാം അല്ലേ നമുക്ക്. യെസ്. ഇനി ലെസ് ദാൻ എന്ന് പറയുന്നത് ഇങ്ങനെ മുകളിലേക്ക് ഉയരുന്ന ഇങ്ങനെ ഒരു കർവായിട്ട് കിട്ടും. അപ്പൊ ഇത് രണ്ടിലും കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് നിന്ന് നേരെ താഴേക്ക് എക്സ് ആക്സിലേക്ക് വരച്ച് ഒരു ലൈൻ നിങ്ങൾ യോജിപ്പിക്കുകയാണെങ്കിൽ അതാണ് മീഡിയൻ എന്ന് പറയുന്നത്. അത് എത്രയാണെന്നൊന്നും എഴുതി വെക്കേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് വരച്ച് വെച്ചാൽ മതി. നിങ്ങൾക്ക് മീഡിയൻ കണ്ടുപിടിക്കാൻ അറിയാവുന്ന മാത്രമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് സെനൽ ടെൻഡൻസി ആണ്. നിങ്ങൾക്ക് പച്ചവെള്ളം പോലെ അറിയാവുന്ന ചാപ്റ്റർ ആണ്. ഇവിടെ എസ്എ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നത് മീൻ മീഡിയൻ മോഡ് കണ്ടുപിടിക്കാനാണ്. ഡേറ്റ തന്നിട്ടുണ്ട്. ഓരോന്നും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മിസ് വേഗം പറഞ്ഞുതരാം. ഡേറ്റ തന്നിട്ടുണ്ടെങ്കിൽ മീൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ സിഗ്മ FM/n ആണ്. FM/n എന്ന് പറയുമ്പോൾ അവിടെ F വേണം, M വേണം. F ഓൾറെഡി ക്വസ്റ്റിനകത്ത് ഉണ്ട്. അത് ഫ്രീക്വൻസി ആണ്, നമ്പർ ഓഫ് വർക്കർ ആണ് F എന്ന് പറയുന്നത്. ഇനി M എന്ന് പറയുന്നത് എന്താണ്? ഓരോ ക്ലാസിന്റെയും മിഡ് പോയിന്റിനെയാണ് നമ്മൾ M എന്ന് പറയുന്നത് അല്ലെ. ഓരോ ക്ലാസ്സിനെ മിഡ് പോയിന്റ് മിസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. 10ന്റെയും 0ന്റെയും ഇടയിൽ 5 ആണ്, 10ന്റെയും 20ന്റെയും ഇടയിൽ 15 ആണ്. അങ്ങനെ ഓരോ ക്ലാസ്സിനെ മിഡ് പോയിന്റ് ഞാൻ കണ്ടുപിടിച്ചു. ഇനി FM എന്തുവാടാ? F × M ആണ്. 14 × 5 70, 20 × 15 300, 34 × 25 850, 26 × 35 910. അങ്ങനെ ഓരോന്നും ഞാൻ കണ്ടുപിടിച്ചു. അതിന്റെ ടോട്ടൽ എടുത്തു 2910. ഇനി ഡിവൈഡ് ചെയ്യുന്ന എന്തുകൊണ്ടാണ്? എന്നിന്റെ ടോട്ടൽ കൊണ്ടാണ്. N എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. അതെനിക്ക് 110 കിട്ടും. ഡിവൈഡ് ചെയ്യും എത്ര കിട്ടും? 29100. കാൽക്കുലേറ്റർ എടുക്കാം. 2910 ഉള്ളൂ കേട്ടോ. ഡിവൈഡഡ് ബൈ 110. എനിക്ക്
26.45 എന്ന് കിട്ടും മീൻ. മനസ്സിലായോ? ഇക്വേഷൻ അറിയാമെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഇനി മീഡിയനിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ആദ്യമേ n/2 ഐറ്റം ലൊക്കേറ്റ് ചെയ്യണം. n 110 അല്ലേ? അല്ലെ n 110 അല്ലേ? ടോട്ടൽ 110 അല്ലേ? കാണാമല്ലോ 110. അതേപോലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിച്ച് 110 കിട്ടിയിട്ടുണ്ട്. ഇനി 55. ഇനി മീഡിയനിൽ നമുക്ക് ആവശ്യമുള്ളത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. മിസ് ഓൾറെഡി കണ്ടുപിടിച്ചു. 14 ആദ്യം എഴുതി, 14 20 ആഡ് ചെയ്ത് 34, 34 64, 68, 61 26 94, 94 10 104, അങ്ങനെ ആഡ് ചെയ്തു. എനിക്ക് എന്ത് കിട്ടി? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടി. ഇനി 55 ആണോ ആൻസർ? അല്ല, 55th ഐറ്റം ആണ് ആൻസർ. 55th നമ്മൾ എവിടെ ലൊക്കേറ്റ് ചെയ്യും? 68 എന്റെ മീഡിയൻ ക്ലാസ് എനിക്ക് കിട്ടി. ഇനി ഇക്വേഷൻ L plus n/2 minus CF divided by F into H. n/2 എന്ന് പറയുന്നത് ഈ 55 ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മൾ ലൊക്കേറ്റ് ചെയ്ത ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ മുകളിലുള്ള ഫ്രീക്വൻസിയാണ്. അത് 34 ഡിവൈഡഡ് ബൈ ആ ക്ലാസിന്റെ ഫ്രീക്വൻസി 34. L ലോവർ ലിമിറ്റ് ആണെന്ന് അറിയാം. H എന്ന് പറയുന്നത് ക്ലാസ് ഇന്റർവെൽ ആണ്. ആൻസർ നമുക്ക് ചെയ്യുമ്പോൾ 26 എന്ന് കിട്ടും. ആദ്യമേ മക്കൾ ഇത് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഇൻറ്റു 10 ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക 20. അല്ലാതെ ആദ്യമേ 20 + 55 - 34 എന്ന് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ആൻസർ വേറെ ആയിരിക്കും കിട്ടുക കേട്ടോ. ഓക്കെ, അടുത്തത് മോഡ് കണ്ടുപിടിക്കാനാണ്. മോഡ് കണ്ടുപിടിക്കാൻ വേറെ എക്സ്റ്റേണൽ ആവശ്യമൊന്നുമില്ല. ആകെ ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. L plus d1 divided by d1 plus d2 into H. d1 എന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി ലൊക്കേറ്റ് ചെയ്യുക, അത് 34 ആണ്. d1 എന്ന് പറയുന്നത് ആ ഫ്രീക്വൻസിയും മുകളിലുള്ള ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. d2 എന്ന് പറയുന്നത് ആ ഫ്രീക്വൻസിയും താഴെയുള്ള ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് d2. ക്ലിയർ ആയോ? അപ്പൊ L plus d1 divided by d1 plus d2 into H നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ, ഇതാണ് മോഡ്. മോഡ് കണ്ടുപിടിക്കാൻ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. മിസ് ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് കണ്ടുപിടിക്കാം. 34ന്റെ 20 ഡിഫറൻസ് ആണ് d1, അത് 14 ആണ്. 34ന്റെ 26ന്റെ ഡിഫറൻസ് ആണെന്ന് 8 എന്ന് പറയുന്നത്, അത് മിസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ചെയ്യാം. 14 plus 8 എന്ന് പറയുന്നത് 22. 14 divided by 22 ആദ്യം ചെയ്തു, into 10 ചെയ്തു, 6.36. 20 plus 6.36 26.36 എന്ന് കിട്ടും നമുക്ക് ആൻസർ. വളരെ സിമ്പിൾ ആണ്. അടുത്തത് essay ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്റർ ആണ് ഗ്രാമീണ വികസനം, റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ റൂറൽ ഡെവലപ്മെന്റിൽ ഇത് ഈ ചോദ്യമാണ്: ഡിസ്കസ് ദ വേരിയസ് മെഷേഴ്സ് ഇനിഷ്യേറ്റഡ് ബൈ ദ ഗവൺമെന്റ് ഫോർ ഇംപ്രൂവിംഗ് ദ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സിസ്റ്റം ഇൻ ഇന്ത്യ. അതായത് ഗവൺമെന്റ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാൻ കൊണ്ടുവന്ന മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആദ്യം എന്താണ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്ന് മക്കൾ എഴുതി വെക്കണം. എഴുതി വെച്ചാൽ നല്ലതാണ്, അത് എഴുതി വെക്കുന്നത് നല്ലതാണ്. എന്താണ്? സാധനങ്ങൾ അസംബിൾ ചെയ്ത്, സ്റ്റോർ ചെയ്ത്, പ്രോസസ് ചെയ്ത്, ട്രാൻസ്പോർട്ട് ചെയ്ത്, പാക്ക് ചെയ്ത്, ഗ്രേഡ് ചെയ്ത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്. അതായത് ഇപ്പം കാശ്മീരിൽ നിന്നുള്ള ആപ്പിൾ ആണെങ്കിൽ അത് നമ്മളത് മരത്തിൽ നിന്ന് പറിച്ച് അത് വൃത്തിയാക്കി അസംബിൾ ചെയ്ത് നല്ലോണം സ്റ്റോർ ചെയ്ത് അതിനെ പ്രോസസ് ചെയ്ത് അഴുക്കുകളൊക്കെ കളഞ്ഞ് മറ്റേ ഇലകളൊക്കെ പിച്ചി കളഞ്ഞ് ട്രാൻസ്പോർട്ട് ചെയ്ത് ഇവിടെ എത്തിച്ച് അത് പാക്ക് ചെയ്ത് അത് ഗ്രേഡ് ചെയ്ത് നമ്മൾ അടുത്തേക്ക് എത്തുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ആപ്പിൾ ട്രാവൽ ചെയ്ത ആ പ്രോസസ്സ്, അതിനെയാണ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് അഥവാ കാർഷിക വിപണനം എന്ന് മലയാളത്തിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? സംഭരിക്കൽ, സൂക്ഷിക്കൽ, സംസ്കരിക്കൽ, പാക്കേജിങ്, ഗ്രേഡിങ്, ട്രാൻസ്പോർട്ടേഷൻ, വിതരണം എന്നിവയിലൂടെ കാർഷികോൽപ്പന്നങ്ങൾ വയലിൽ നിന്നും വിൽപ്പന കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നതിനെ കാർഷിക വിപണന സംവിധാനം എന്ന് പറയുന്നു. അപ്പൊ എന്തൊക്കെയുണ്ട് അല്ലെ, എന്തൊക്കെ കാര്യങ്ങളാണ്? അസംബിൾ ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യുന്നുണ്ട്, പ്രോസസ് ചെയ്യുന്നുണ്ട്. ഈ വക കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കാർഷിക വിപണന സംവിധാനം അഥവാ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? സെറ്റായോ? ഇങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് അതിനുള്ള എന്തൊക്കെ മെഷേഴ്സ് ആണ് ഗവൺമെന്റ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ കൊണ്ടുവന്ന് നോക്കാം. ഒന്നാമതായിട്ട് റെഗുലേറ്റഡ് മാർക്കറ്റുകൾ കൊണ്ടുവന്നു. ഈ ഇടനിലക്കാരെ ഒഴിവാക്കിയിട്ട് ഫാമേഴ്സിന് ഡയറക്റ്റ് വന്ന് അവിടെ എന്ത് ചെയ്യാം? ആ സാധനങ്ങൾ വിൽക്കാം. അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, അടിസ്ഥാന സൗകര്യങ്ങൾ, ഇപ്പം റോഡ്, റെയിൽവേ ഇത് കൊണ്ടുവരണ്ടേ? ആ സാധനങ്ങളൊക്കെ, ആ സൗകര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം? അടിപൊളിയാക്കി. കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്, അതായത് സഹകരണ വിപണനം, ഈ അമൂലൊക്കെ പോലെ, അതായത് കർഷകർക്ക് കുറച്ചും കൂടെ എന്താണ് ഗുണമാണ് ഈ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇടനിലക്കാരൊക്കെ ഉണ്ടായി അവർക്ക് പൈസയും കിട്ടത്തില്ല, മൊത്തത്തിൽ പ്രശ്നമായി പോകും. അടുത്തത് പ്രൊവൈഡിങ് പ്രൈസ് സപ്പോർട്ട്, ഈ കർഷകർക്ക് വേണ്ടിയിട്ട് താങ്ങുവിലകൾ അല്ലെ, താങ്ങുവില. ഇപ്പൊ തേങ്ങയ്ക്ക് ഇപ്പൊ 45 രൂപയാണെങ്കിൽ 22 രൂപയാണെന്ന് വിചാരിച്ചോ, അപ്പൊ അത് വളരെ കുറവാണ്. ഗവൺമെന്റ് ഇടപെട്ടിട്ട് അതിന്റെ വില ഒരു 30 ആക്കി കർഷകരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരും. ഇത് നിങ്ങൾ കുറച്ചും കൂടെ ആപ്ലിക്കേഷൻ ലെവലിൽ +2 പഠിക്കും. ഇപ്പൊ നിങ്ങൾ ഇത് മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. ഗവൺമെന്റ് എന്ത് ചെയ്യാണ്? അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ പൈസ കൂട്ടുകയാണ്. ആ 30 രൂപയിൽ കുറച്ച് വിൽക്കാൻ പാടില്ല എന്ന് ഗവൺമെന്റ് പറയും. 30 രൂപ കൊടുത്ത ആൾക്കാർ വാങ്ങാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ കർഷകർക്ക് അത് നല്ലതാണ്. പ്രൊവൈഡിങ് മിനിമം സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി പ്രൊവൈഡിങ് ക്രെഡിറ്റ് ഫെസിലിറ്റി, ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, കുറഞ്ഞ വായ്പ
അല്ലെ, കുറഞ്ഞ പലിശയ്ക്ക് വായ്പാ സൗകര്യങ്ങൾ ആരൊരുക്കി കൊടുക്കണം? ഗവൺമെന്റ് ഒരുക്കി കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ കാർഷിക വിപണന സംവിധാനം എന്ന് പറയുന്നത് നല്ല രീതിയിലേക്ക് എത്തുള്ളൂ, വളരുള്ളൂ, ഡെവലപ്പ് ആകുള്ളൂ. നമ്മുടെ ഏറ്റവും അവസാനത്തെ 8 മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്റർ എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈൻ ഡെവലപ്മെന്റ് ആണ്. മിസ് ഇന്നത്തെ ലൈവില് ഈ ഒരു ക്വസ്റ്റ്യൻ 2024, 25, 23, 22, 21, 17, 18, 19, 30, 41 എല്ലാ വർഷവും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. റിപ്പീറ്റഡ് ആയിട്ട് 5 മാർക്കിനും ചോദിക്കും, 8 മാർക്കിനും ചോദിക്കും. മിക്ക സമയങ്ങളിലും 8 മാർക്കിനാണ് ഈ ഒരു ചോദ്യം ചോദിച്ച് കണ്ടിട്ടുള്ളത്. എന്താണ് സുസ്ഥിര വികസനം? എന്താണ്? ഭാവി തലമുറകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷിക്ക് വിഘാതമാകാത്ത വിധത്തിൽ ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വികസനമാണ്. അതായത് ഇന്നത്തെ തലമുറ യൂസ് ചെയ്യേണ്ടെന്നൊന്നും പറയുന്നില്ല, ഇപ്പൊ നമ്മളുള്ള ജനറേഷൻ യൂസ് ചെയ്യണം, പക്ഷേ ഇത് ഭാവിയിലേക്ക് ഒരു ജനറേഷൻ കൂടി വരാനുണ്ട്, അവർക്ക് കൂടി വേണ്ടിയുള്ളതാണെന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അവർക്ക് വേണ്ടി ഉള്ളതാണെന്ന് പറയുന്നതല്ല, അവർക്ക് വേണ്ടി കൂടെ ഉള്ളതാണെന്ന് കരുതി നമ്മൾ ഉപയോഗിക്കണം, അല്ലെ? അങ്ങനെ ചീത്തയാക്കി കളയരുത്. പുഴകളായാലും അതേപോലെ ബാക്കിയുള്ള എന്ത് സാധനങ്ങളായാലും ഫ്യൂച്ചറിലേക്ക് ഒരു ജനറേഷൻ കൂടെ വരാനുണ്ട്, അവർക്ക് കൂടി ഉള്ളതാണ് ഈ ഭൂമി എന്ന രീതിയിൽ സാധനങ്ങൾ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. ഇത്രയും മെഷേഴ്സ് ആണ് നമുക്കുള്ളത്, അല്ലെ? 10 മെഷേഴ്സ്. എന്താ? യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി, അതായത് ഈ കൺവെൻഷണൽ സോഴ്സസ് ആയിട്ടുള്ള തെർമൽ പവർ, ഹൈഡ്രോ പവർ ഇതൊന്നും ഉപയോഗിക്കാതെ പാരമ്പര്യേതര ഉറവിടങ്ങളായിട്ടുള്ള നോൺ കൺവെൻഷണൽ സോഴ്സസ് ആയിട്ടുള്ള വിൻഡ് എനർജി, ടൈഡ് എനർജി ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി LPG റൂറൽ ഏരിയാസിൽ അല്ലെങ്കിൽ ഗോബർ ഗ്യാസ് ഗ്രാമപ്രദേശങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അർബൻ ഏരിയാസിൽ നമുക്ക് ഈ LPG ഒന്നുമല്ല, CNG ആണ്, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. ഇനി വിൻഡ് എനർജി, കാറ്റിൽ നിന്ന് ഊർജ്ജം. കാറ്റെന്ന് പറയുന്നത് ഒരു റിന്യൂവബിൾ റിസോഴ്സ് ആയതുകൊണ്ട് വേഗം തീർന്നു പോകുകയൊന്നുമില്ല, നമുക്ക് നല്ലതാണ്. ഇനി സോളാർ എനർജി എന്ന് പറയുന്നത് സൗരോർജ്ജം. നമുക്കറിയാം ഈ സൂര്യനിൽ നിന്ന് കിട്ടുന്ന പവറിനെയാണ് നമ്മൾ സോളാർ എനർജി എന്ന് വിളിക്കുന്നത്. അത് സോളാർ പാനലിലൊക്കെ സ്റ്റോർ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. അത് തീർന്നൊന്നും പോലെ റിന്യൂവബിൾ, പുതുക്കാനാകുന്ന ഒരു വിഭവമാണ്. സോ പ്രശ്നമൊന്നുമില്ല. അടുത്തത് മിനി ഹൈഡൽ പ്രൊജക്റ്റ് ആണ്. വലിയ വലിയ ഡാമുകൾ കൺസ്ട്രക്ട് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ചെറിയ മിനി ഹൈഡൽ പ്രൊജക്ട്, കുഞ്ഞു ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നതിനെയാണ് മിനി ഹൈഡൽ പ്രൊജക്ട് എന്ന് പറയുന്നത്. ഇനി ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസസ്, പരമ്പരാഗത അറിവുകളും ഉപയോഗങ്ങളും. നമുക്കറിയാം പണ്ടുള്ള കാലത്തുണ്ടായിരുന്ന നമ്മളെ മിക്ക പ്രാക്ടീസസും എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിരുന്നു, പ്രകൃതിക്ക് ദോഷമുണ്ടാക്കാത്ത ഒന്നായിരുന്നു. അതൊക്കെ തിരിച്ചു കൊണ്ടുവരിക. പിന്നെ ഓർഗാനിക് ഫാമിംഗ്, നിങ്ങൾ റൂറൽ ഡെവലപ്മെന്റിൽ പഠിക്കുന്നുണ്ട് ഓർഗാനിക് ഫാമിംഗ് എന്താണെന്ന്. ജൈവ കൃഷി. എന്താ ജൈവ കൃഷി? എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സോ കെമിക്കൽ പെസ്റ്റിസൈഡ്സോ കീടനാശിനികളോ വളങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. എല്ലാം ബയോളജിക്കൽ ആയിട്ടുള്ള ഈ ബയോ പെസ്റ്റ്, ബയോ കമ്പോസ്റ്റിംഗ് ഇതൊക്കെ ഓർഗാനിക് ഫാമിങ്ങിനകത്ത് വരുന്നതാണ്. അതായത് ബയോളജിക്കലല്ല, ഓർഗാനിക്കലായിട്ട്, അതായത് എൻവയോൺമെന്റിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ ഉണ്ടാക്കുന്നില്ല. ബയോ കമ്പോസ്റ്റ് എന്ന് പറയുന്നത് ഓർഗാനിക് വേസ്റ്റിൽ നിന്ന് എടുക്കുന്ന കമ്പോസ്റ്റിനെയാണ് ബയോ കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ബയോ പെസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കീടനാശിനികളൊക്കെ ഇല്ലേ, ഈ നമുക്കറിയാം ഈ ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുവന്ന ഈ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല കീടങ്ങൾ നശിച്ചു പോകും, ആ ചെടികൾ നശിച്ചു പോകും, എല്ലാം നശിച്ചു പോകും, അത് കഴിക്കുന്ന നമ്മൾ നശിച്ചു പോകും. അതുകൊണ്ട് ഈ വേപ്പില, അതേപോലെ ടൊബാക്കോ, പുകയിലിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ കീടനാശിനികളുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല, ഓർഗാനിക് ആണ്. അത് അടിച്ചു കഴിഞ്ഞാല് ഈ കീടങ്ങൾ വരാതിരിക്കുകയുള്ളൂ, നശിച്ചു പോവില്ല. നല്ല കീടങ്ങൾ നല്ല കീടങ്ങൾ നമുക്ക് ആവശ്യമാണ്, അല്ലെ? എല്ലാത്തിനും നമ്മൾ കൊന്നുകളയാൻ വേണ്ടി പാടുണ്ടോ? അത് അടിക്കുന്ന ഫുഡ് കഴിച്ചെന്ന് വെച്ച് വലിയ കുഴപ്പമൊന്നും നമുക്ക് ഉണ്ടാവില്ല, കാരണം ഓർഗാനിക് ആണ്, വലിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ടാണ് ബയോ പെസ്റ്റ് കൺട്രോൾ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നത്. സോ ഇത്രയുമാണ് സ്ട്രാറ്റജീസ്. എനിക്കറിയാം മിസ് കുറച്ചധികം സ്പീഡിലാണ് പോയത്, ബിക്കോസ് നമുക്കൊരു 15-20 മിനിറ്റിനുള്ളിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിയണ്ടേ, വേണ്ടേ? അപ്പം ഇന്ന് വൈകുന്നേരത്തെ ലൈവ് ആരും മറക്കണ്ട. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 60 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാ മക്കളും വേഗം തന്നെ ലൈവിലേക്ക് എത്തിച്ചേരുക. അപ്പൊ നമുക്ക് ലൈവിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.